നിങ്ങൾക്കറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങള് പലപ്പോഴും ചിന്തിക്കുന്നത് അവർക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാവുന്നത് എന്നാണ്. അതുപോലെ തന്നെ അവര് ചിന്തിക്കുന്നത് പോലെയാണ് ബാക്കി എല്ലാവരും ചിന്തിക്കുന്നതെന്നും കുട്ടികൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ആ ഒരു കളിപ്പാട്ടം മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം തന്നെയാണ് മറ്റു കുട്ടികൾക്കും ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരത് ഷെയർ ചെയ്യുന്നില്ല, അല്ലേ? അതായത് ഓരോരുത്തരും ചിന്തിക്കുന്നത് ഓരോ രീതിയിലാണ്. ഒരേ സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും അതിനെക്കുറിച്ച് ഉണ്ടാവുക. അല്ലെങ്കിൽ ചില സമയത്ത് തെറ്റിദ്ധാരണകൾ കൂടെ ഉണ്ടാവാം എന്നൊക്കെ കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നത് ഒരു 3 മുതൽ 4 വയസ്സ് വരെയുള്ള സമയത്താണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞ് നന്നായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അവർക്ക് തുടർന്ന് അവരുടെ ലൈഫിൽ വരുന്ന പ്രതിസന്ധികളെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്രോബ്ലം സോൾവിങ്ങിന് ഉള്ള ഒരു എബിലിറ്റി ലഭിക്കും. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാനും മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ പേരൻസിനെ എങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വഴികളുണ്ട്. അതിലൊന്ന്, നമ്മൾ അവർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിലൊരു സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ അതിൽ കൂടെ കടന്നു പോകുന്ന ക്യാരക്ടറിന് എന്തായിരിക്കും ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ തോന്നിയിട്ടുണ്ടാവുക, അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മുടെ കുട്ടിയാണെങ്കിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തേനെ എന്നൊക്കെയുള്ള രീതിയിൽ അവരോട് നമുക്ക് ചോദിക്കാം. ഇത് അവരെ കൂടുതൽ ചിന്തിക്കാനും എമ്പതി വളർത്താനും അല്ലെങ്കിൽ കാര്യങ്ങളെ ബെറ്റർ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന്, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ തന്നെ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ, ഇങ്ങനെയൊക്കെയാണ് ആ സിറ്റുവേഷൻ, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്നൊക്കെ. അതിലുപരിയായിട്ട് അവരോട് ചോദിക്കുക, ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ അവിടെ നിങ്ങൾ പ്രവർത്തിച്ചേനെ എന്നൊക്കെ ചോദിക്കുന്നത് കുട്ടികൾ ഇത്തരത്തിലുള്ള കഴിവുകൾ വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും.